ഹലോ, നമുക്കൊരു പീസ് മത്തനെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് തൊലി കളയാതെ മുറിച്ച് പീസാക്കി വെക്കാം. ഒരു മെഴുക്ക് വരട്ടിക്കാണ് അത്, കുറച്ച് വലിയുള്ളി പീസാക്കിയത്. പിന്നെ ഒരു പാന് വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിൽ കുറച്ച് 1/4 ടീസ്പൂണ് ജീരകം ഇടാം. പിന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും മുറിച്ച് വെച്ച ഉള്ളി അതിലിടാം. ഉള്ളി കുറച്ച് ഉപ്പിടാം. പിന്നെ നമുക്ക് ആ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ അതിലേക്കിടാം. കഷ്ണങ്ങൾ ഉടയാതെ വേവിക്കണം. അതിൽ കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഞാൻ 1/4 ടീസ്പൂണ് 2 ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ചിട്ടുള്ള മുളക് പൊടി. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാതെ ആ ഉള്ളീൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. നമുക്കത് മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കാരണം അടിപ്പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ വെന്തുടയാനും പാടില്ല, അടിപ്പിടിക്കാനും പാടില്ല. പിന്നെ നമുക്ക് ജീരകട്ട അരച്ച് വെച്ച തേങ്ങ നമുക്ക് 3 ടീസ്പൂൺ അതിടാം. അതിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറോളം നമുക്ക് ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ ചെറു തീയിലിട്ടിട്ടാണ് വേവിച്ചത്. ഇതുപോലൊരു തൈര് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തൈര് പാക്കറ്റ് എടുക്കാൻ കാരണം ഇതിലേക്ക് പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ്. പുളിയുള്ള തൈര് ഇതിലേക്ക് ഒഴിക്കണ്ട, പുളിയില്ലാത്ത തൈര് ഒഴിക്കുക. അതൊരു മാക്സിമം ഞാൻ കണക്ക് നോക്കാണ്ട് തന്നെ ഒഴിച്ചിട്ടുള്ളത്, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് വേകാൻ പാടില്ല, വെന്താൽ പിരുത്ത് പോകും. കഷ്ണങ്ങൾ ഉടയാനും പാടില്ല, ലെവലായിരിക്കണം കേട്ടോ എടുക്കാൻ. പിന്നെ നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ലേശം മല്ലിച്ചപ്പിടാം, കുറച്ച് വെളുത്തുള്ളി ഇടാം. നമ്മൾ നേരത്തെ ഉള്ളി ഇട്ടിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി ഇടാം, ചെറിയുള്ളി മുറിച്ച് വെച്ചതും ഇടാം. അത് നല്ല ഇളക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ആ താളിപ്പ് അതിൽ കൊട്ടാം. താളിപ്പ് അതിലേക്കിടാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉടയാതെ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്ക് എന്തിനു വേണമെങ്കിലും കഴിക്കാം. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റെസിപ്പി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ.